ഹലോ നമസ്കാരം, സുൽത്താൻ പേട്ട് സിഗ്നലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളുള്ളത് ഏകദേശം കുഴൽമന്നത്തിനടുത്തായിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കുഴൽമന്നം, പിന്നെ അതുപോലെ തന്നെ കണ്ണനൂർ. ആ വഴി നമ്മൾ ഹൈവേ വഴിയല്ല, കണ്ണനൂരിൽ നമ്മൾ നേരെ ലെഫ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ നേരെ തിരുനെല്ലൈ ഗ്രാമം വഴിയാണ് നമ്മൾ പാലക്കാട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പാലക്കാട് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ തിരുനെല്ലൈ ഗ്രാമത്തിൻ്റെ മാത്രം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിനകത്ത് നമ്മൾ കുറേ സ്ഥലങ്ങൾ കാണിച്ചില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇന്ന് നമ്മൾ അവിടത്തെയും കുറച്ച് സ്ഥലങ്ങളിൽ പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു റോഡ് ട്രിപ്പ് തന്നെയാണ് ഇന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പരീക്ഷണ വീഡിയോയും കൂടിയാണ്. ഓക്കെ, പരീക്ഷണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ക്യാമറ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ചൊരു ട്രയലും കൂടിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, എന്തായാലേ കൊള്ളാം, കീഴിലിന് സ്ഥലം അല്ലേ. ഇത് ആക്ച്വലി നല്ല പച്ചപ്പുള്ള സമയത്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. അത്യാവശ്യം കുറേ പാടങ്ങളിലുള്ള കൊയ്ത്ത് കഴിഞ്ഞു, ബാക്കിയുള്ള പാടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം നമ്മളിപ്പോൾ നേരെ ഇപ്പോൾ പോകുന്നത് കുഴൽമന്നത്തേക്കാണ് കേട്ടോ. കുഴൽമന്നത്തിന് തൊട്ട് മുമ്പിലെ സ്ഥലത്ത് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കുഴൽമന്നം പോകുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ കണ്ണനൂർ പോകുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്ക് നേരെ തിരുനെല്ലൈ വഴി പാലക്കാട് കയറാം. ഓക്കെ, അതാണ് നമ്മളുടെ ഇന്നത്തെ യഥാർത്ഥ പ്ലാൻ. അപ്പോൾ തീർച്ചയായും നമ്മളുടെ ക്യാമറ വിഷ്വൽസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. കാരണം നമ്മൾ അത്യാവശ്യം കുറച്ച് പൈസയൊക്കെ മുടക്കിയിട്ടാണ് പുതിയ വ്ളോഗിങ് സെറ്റപ്പൊക്കെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്ന ക്യാമറയൊക്കെ നമ്മൾ അത് ഒരുപാട് ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മാറ്റി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം വൃത്തിയായി തന്നെ പറയണം. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം കുഴൽമന്നൊക്കെ എത്താനായി. കുളവുമൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ എന്താ പറയുക, ഹൈവേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ കുറച്ച് സ്പീഡായി നിങ്ങൾക്ക് തോന്നാം, കാരണം നല്ല റോഡാണല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സ്പീഡായി തോന്നാം. നമ്മൾ ഈ ചെറിയ വഴികളിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ പതുക്കെ പോകുന്നത്. ഇതിപ്പോൾ വലിയ സ്പീഡൊന്നുമില്ല എന്നാലും. ഓക്കെ, സിഗ്നലിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഴൽമന്നം എത്തിട്ടോ. ഇതാണ് കുഴൽമന്നം. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് സിഗ്നലിൽ സിഗ്നൽ വിട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് കയറാം അല്ലേ. അപ്പോൾ ഈ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ പോകാൻ അറിയോ? നമുക്ക് മങ്കര പോവാം, ഒറ്റപ്പാലം പോവാം, കോട്ടായി പോവാം, പെരുങ്ങോട്ടുകുറിശി പോവാം, പിന്നെ തിരുവല്ലാമല പോവാം. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും നമുക്ക് ഇതിലൂടെ പോവാം. ഓക്കെ, ഇതാണ്ടില്ലേ വഴിയുണ്ട്. നമ്മൾ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മുണ്ടൂരിൽ നിന്നും കുഴൽമന്നം പോകുന്നൊരു വഴി കണ്ടിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ ആ വഴി ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യും, ഇങ്ങോട്ടും വരാം. ഇവിടുത്തെ ഹമ്പ് അത്യാവശ്യം വലിയ ഹമ്പാണ് കേട്ടോ. അതായത് നമുക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കുന്ന കുറച്ച് ഹമ്പുകളിലൊരു ഹമ്പാണിത്. അത്യാവശ്യം നല്ല വലിയ ഹമ്പാണ്. അപ്പോൾ നമ്മൾ കുഴൽമന്നം ടൗണിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുഴൽമന്നം ടൗൺ. ഓക്കെ, നമ്മൾ ഒരുപാട് ദൂരമൊന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ദൂരം പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. നമുക്ക് ഈ റോഡ് എവിടെയാണ് പോകുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ച് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബോർഡുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് പെട്ടെന്ന് തന്നെ വരാം. പിന്നെ ഇത് ഉച്ച സമയം കേട്ടോ. ഉച്ച സമയം ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്. നമുക്കിത് ഈ റേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടത്തെ അറിയോ, നമുക്ക് പോകുമ്പോൾ ആ റൈറ്റിൽ പോവാം. ഓക്കെ, അപ്പോൾ അറിയാലോ. അപ്പോൾ ഇത് നേരെ പോകുന്ന വഴിയാണ് നമ്മളുടെ കോട്ടായി, പിന്നെ അതുപോലെ തന്നെ പെരുങ്ങോട്ടുകുറിശി, തിരുവല്ലാമല, മങ്കര, പിന്നെ ഒറ്റപ്പാലം, പിന്നെ അതുപോലെ തന്നെ മുണ്ടൂർ, അങ്ങനെ പല സ്ഥലം, മണ്ണാർക്കാടൊക്കെ നമുക്ക് പോവാം. ഓക്കെ, റോഡൊക്കെ മോശമാണല്ലോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇതാണ്ടല്ലോ അവിടെ ഒരു ബോർഡുണ്ട്, കണ്ടില്ലേ. മണ്ണാർക്കാട് ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും അവിടെ വൃത്തിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് എന്തായാലും പോകാൻ പ്ലാനില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ തിരിച്ച് എന്താ പറയുക, തിരിച്ച് നമുക്ക് പാലക്കാട്ടേക്ക് പോകാം. അപ്പോൾ പാലക്കാട്ടേക്ക് പോവേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് പോയിട്ട് നേരെ ഇപ്പം നമ്മളൊരു ലെഫ്റ്റിലേക്ക് ഒരു വഴി കണ്ടില്ലേ, നമുക്ക് അതിലൂടെ ഒന്ന് കയറി നോക്കാം. ഓക്കെ, റോഡിൻ്റെ അവസ്ഥ നോക്കിയേ, ശരിക്കും ടൗണാണ് കേട്ടോ ഇത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാകണ്ടില്ലേ ലെഫ്റ്റ് പാലക്കാട്. അപ്പോൾ നമുക്കിത് ഈ ലെഫ്റ്റിലും പാലക്കാട് പോവാം. അപ്പോൾ നമുക്കിതിലൂടെ കയറി പോവാം. കുഴൽമന്നം മാത്രമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഈ 2-3 സ്ഥലങ്ങളൊക്കെ ചേർത്തില്ല ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾക്ക് കുറേ കമൻസ് വന്നിരുന്നു കുഴൽമന്നം ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായും കുഴൽമന്നം മാത്രം ചെയ്യണമെങ്കിൽ കുഴൽമന്നം അത്യാവശ്യം വലിയൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോക്കുള്ള സ്ഥലം ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരു ദിവസം നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മളുടെ ക്യാമറ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാലക്കാട് പോവേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിലൂടെ കയറി പോകുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും തിരുനെല്ലൈ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് കയറണം. അവിടെ നമ്മൾ അന്ന് കാണാത്ത കുറേ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വഴി പോയിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹൈവേ പോയി ജോയിൻ ചെയ്യും. ഓക്കെ, വലിയൊരു ആൽമരയൊക്കെ ഉണ്ടല്ലേ, അടിപൊളി.
നമ്മൾ ആ വഴി കുറച്ച് ദൂരം വന്നു. ഇതാ കണ്ടില്ലേ, ഹൈവേ കണ്ടില്ലേ, റൈറ്റ് സൈഡ് നമുക്ക് ഹൈവേ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഹൈവേയിൽ പോയി ജോയിൻ ചെയ്യും, ചെറിയൊരു കട്ടൂട്ട് അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒരുപാട് ദൂരം നമുക്ക് ഇതിനകത്ത് ലാഭിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇവിടെ കണ്ടില്ല, ഇവിടെ അത്യാവശ്യം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നിൽക്കണം, കണ്ടില്ലേ, ഇവിടെയും കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. പല പാടങ്ങളുടെയും കൊയ്ത്ത് കഴിഞ്ഞു, പിന്നെ പല പാടങ്ങളുടെയും കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ പാടങ്ങളൊക്കെ അവർ അടുത്ത സ്റ്റെപ്പ് തുടങ്ങി, കൊയ്യാത്തവരെ പിന്നെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോയിട്ട് ഹൈവേ പോയി ജോയിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ കണ്ണനൂർ പോകാം. ഓക്കെ, കണ്ണനൂരിൽ നിന്ന് നമുക്ക് തിരുനെല്ലായി വഴി നമുക്ക് പാലക്കാട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഹൈവേയിൽ പോയി ജോയിൻ ചെയ്യും. ഇനി വളരെ കുറച്ച് ദൂരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു നമ്മൾ കുറച്ച് വ്ളോഗിങ് സെറ്റപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്താ പറയുക ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾക്കിനി നമ്മൾ ആക്ച്വലി നമ്മൾ ഇതുവരെ എൻ്റെ നിയർ ബൈ പ്ലേസസൊക്കെ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇനി കുറച്ച് നമ്മൾ വിട്ട് പോകുന്ന സമയത്ത്, ദൂരെയൊക്കെ പോകുന്ന സമയത്ത് നല്ല ക്വാളിറ്റി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെയ്യണമല്ലോ, എങ്കിലേ നിങ്ങളും കാണുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. കാരണം നമ്മൾ എന്തായാലും സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇറങ്ങി ചെല്ലാം. അപ്പോൾ അതിന് വേണ്ടി ഇത്ര നാളെ വെയിറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാഞ്ഞത്. കഴിഞ്ഞ ദിവസം പോലും എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ ചോദിച്ചിരുന്നു എന്താ വീഡിയോ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇതാണ് അതിനുള്ള മറുപടി. നമ്മൾ ഇനി ചെയ്യുന്നത്, നമ്മൾ ആക്ച്വലി ഔട്ട് ഓഫ് പാലക്കാട് തന്നെയാണെങ്കിൽ പോലും പാലക്കാട് ടൗണിനും പരിസരങ്ങളും മാത്രമേ നമ്മൾ ഇതുവരെ ചെയ്തു. ഒരു 10 കിലോമീറ്റർ പരിസരം മാത്രമേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. നമുക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എഗെയിൻ നമ്മളിതാ ഹൈവേയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമുക്ക് ഇനി ഡെയിലി വീഡിയോസ് ഉണ്ടാവും. ഈ ക്യാമറയുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് നമ്മൾ ഡെയിലി വീഡിയോ തന്നെ ഉണ്ടാവും. സോ നിങ്ങളുടെ ആ ഒരു പഴയ സപ്പോർട്ട് എനിക്ക് തിരിച്ച് വീണ്ടും നിങ്ങൾ തരണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരെ കണ്ണനൂരിക്കാൻ പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം കണ്ണനൂർ എത്താനായി. കുറച്ചധികം ദൂരം പിന്നിട്ടു. അപ്പോൾ അതെ കണ്ണനൂരാണ്, സിഗ്നലാണ് കാണുന്നത്. സിഗ്നൽ ഇട്ടിരിക്കുകയാണ് അഗെയിൻ, കണ്ടില്ലേ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഇപ്പം ആക്ച്വലി കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് സമയമൊക്കെ നമുക്ക് പ്രശ്നങ്ങളായിരുന്നു, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ഹൈവേയിലും കാര്യങ്ങളൊന്നും തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ പല വീഡിയോസിലും നമുക്ക് കാണിച്ചിട്ടുണ്ട്. വാളയാർ ടു പാലക്കാടൊക്കെ വരുന്ന സമയത്തൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല, കുറച്ച് നാൾ മുമ്പ്. പക്ഷേ ഇപ്പോൾ കണ്ടില്ല, അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഹൈവേയിൽ. അപ്പോൾ ഇതാണ് കണ്ണനൂർ. ഓക്കെ, ഇവിടെയും അത്യാവശ്യം വലിയ ഹമ്പാണ്, എങ്കിലും അത്ര വലിയ ഹമ്പല്ല കേട്ടോ. അവിടുത്തെ കുറച്ചുകൂടെ വലിയ ഹമ്പാണ്, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടെ വലിയ ഹമ്പാണ് കുഴൽമാനത്തുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ പോകുന്നത്, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് ഒരു ജംഗ്ഷൻ വരും, അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് നമുക്ക് തിരുനെല്ലായി വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതാണല്ലേ നേരെ ഒരു വഴിയുണ്ട്. നേരെ വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ റോഡിലൊക്കെ പോയി ജോയിൻ ചെയ്യാം. ഓക്കെ, ആ ഒരു കോട്ടയ റോഡിലൊക്കെ പോയി നമുക്ക് ജോയിൻ ചെയ്യാം. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട് അവിടെ തൊട്ടപ്പുറയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തിരുനെല്ലായി റോഡിലേക്ക് കയറി. ഈ റോഡ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള റോഡാണ്. എന്താ പറയുക, താഴെ കൂടെ യാക്കര പുഴയൊക്കെ പോകുന്നുണ്ട്. സോ നല്ല ഭംഗിയുള്ള റോഡാണ്. പിന്നെ ഇതാണല്ലേ ഫുള്ള് പച്ചപ്പും പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഒരു ഗ്രാമാന്തരീക്ഷം ഉണർത്തുന്ന സ്ഥലങ്ങളാണ്. ഇതാണല്ലേ. ഓക്കെ, അപ്പം നമുക്ക് നേരെ അങ്ങ് പോവാം അല്ലേ. പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഉച്ച സമയമാണ്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ക്യാമറയുടെ ഒരു എന്താ പറയുക ഔട്ട് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല, വെയിലൊക്കെ അടിക്കുമോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തിരുനെല്ലായി പോവാം. നമ്മളങ്ങനെ അവിടെ നിന്നും ഒരുപാട് ദൂരം പിന്നിട്ടു. അപ്പോൾ നമ്മൾ ഏകദേശം തിരുനെല്ലായിക്ക് എത്താനായിട്ടോ. തിരുനെല്ലായി പാലെത്താനായി. ഈ കാണുന്നതാണ് അമ്പലം. നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ തിരുനെല്ലായി വീഡിയോ ചെയ്തപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്ത് വന്ന് നമ്മൾ തിരിഞ്ഞു പോയത്. തിരുനെല്ലായി പാലം എത്തിയതാണല്ലേ. അപ്പോൾ താഴെക്കൂടെ നമ്മളുടെ ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നു. നല്ല ഭംഗി ആയിട്ടുണ്ടല്ലേ. ഇപ്പോൾ വലിയ ഒഴുക്കും കാര്യങ്ങളൊന്നുമില്ല. ആ മഴ സമയത്തൊക്കെയായിരുന്നു ശരിക്കും ഒഴുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്ക് ഈ ഒരു പാലും മറ്റും കാണാം, അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. പിന്നെ അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ ഇവിടെ ഇഷ്ടംപോലെ മീൻ പിടിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടാറുണ്ട്. പിന്നെ അങ്ങ് ദൂരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ യാക്കര പാലം കാണാൻ പറ്റും. അതായത് നമ്മളുടെ യാക്കര പോകുന്ന പാലമുണ്ടല്ലോ, ആ പാലം നമുക്ക് ഇവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഗ്രാമത്തിനകത്തേക്ക് കയറാം. ഓക്കെ, നമ്മുടെ ഗ്രാമം കഴിഞ്ഞ തവണ കാണിച്ചാണ് എങ്കിൽ പോലും നമുക്ക് ഒരു തവണ കൂടെ അതിനകത്ത് പിങ്ക് പോലീസ് നമുക്കൊരു തവണ കൂടെ അതിനകത്ത് കയറാം. ഈ ലെഫ്റ്റാണ് ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന്
കയറാം. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഒരു ചെക്ക് ഡാം ഉണ്ട്, ഒരു ബ്യൂട്ടിഫുള്ളായ ചെക്ക് ഡാം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ തവണ കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞു, എന്താണ് തിരുനെല്ലി കാണിച്ചിട്ട് ആ ചെക്ക് ഡാം കാണിക്കാത്ത, എന്തോ നടേ നിനക്കിതൊക്കെ കാണിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തു. സോ ഇതുപോലത്തെ നല്ല കമൻസൊക്കെ നമ്മൾ എപ്പോഴും സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ചെക്ക് ഡാം കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ഗ്രാമം, തിരുനെല്ലായ ഗ്രാമം. നമ്മൾ ഇതിനു മുമ്പ് പോയ ചിറ്റൂർ ഗ്രാമമാണെങ്കിലും അങ്ങനെ എല്ലാ ഗ്രാമങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഞാൻ വീണ്ടും ആ കാര്യമൊന്നും പറയുന്നില്ല. ഏത് ഗ്രാമത്തിൽ പോലും ഞാൻ ഈ കാര്യം പറയാറുണ്ട്, നിങ്ങൾക്കും ബോറടിക്കും. എന്തായാലും ശരിക്കും ആ ഒരു പഴമ കാത്തു സൂക്ഷിച്ച സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രാമങ്ങൾ തന്നെയാണ്. അതല്ലാതെ മറ്റെല്ലാ സ്ഥലത്തും നമ്മളുടെ പഴമ എല്ലാ ഭാഗത്തും പുതുമയായി മാറി. ഓക്കെ, എന്ത് ഭംഗിയിലാണല്ലേ വീടുകളൊക്കെ. ശരിക്കും ആ ഒരു പഴയ തൂണുകളൊക്കെ ഫ്രണ്ടിൽ കാണുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ ഒരു നൊസ്റ്റാൾജിയ ഫീൽ നമുക്ക് വരും. അത് ശരിക്കും നമുക്ക് ഈ പറഞ്ഞ നമ്മളുടെ കൊടുന്തിരപ്പള്ളി ആ ഒരു സിനിമ ഷൂട്ടിംഗ് നമ്മൾ സ്ഥലത്ത് പോയില്ലേ, അവിടേക്കാണ് നമുക്ക് ശരിക്കും ഇത് ഫീൽ ചെയ്യുക. ഇവിടെ ശരിക്കും റോഡിൻ്റെ സൈഡല്ലേ ഈ ഗ്രാമം, പക്ഷെ അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമം ഒരു ഏരിയ മാത്രമാണ്. ഇത് ഒരു റോഡ്, റോഡിലൂടെ നമുക്ക് അങ്ങോട്ട് അപ്പുറേ പോകാം, നേരെ പോയി ഇങ്ങനെ കൊടുന്തിരപ്പള്ളി എത്തും. അങ്ങനെ ഒരു ട്രാവലിംഗ് പർപ്പസുള്ളൊരു സ്ഥലമല്ല ഇത്. മറ്റേത് അങ്ങനെയല്ല, മറ്റേ ശരിക്കും ഒരു അവിടെ അത് മാത്രമേ ഉള്ളൂ, ആ ഗ്രാമം മാത്രമേ ഉള്ളൂ. അതിനകത്തേക്ക് നമുക്ക് ബൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ അപ്പുറം ഒന്നും പോകാൻ പറ്റില്ല. അതിനകത്തുനിന്ന് തിരിഞ്ഞു വരണം, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു കൊടുന്തിരപ്പള്ളി. അപ്പോൾ ഇതാണ് നമ്മളുടെ ചെക്ക് ഡാം പോയിൻ്റ് ഉണ്ടല്ലേ, ഇതിലൂടെയാണ് ചെക്ക് ഡാമിലേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയേക്കാം. അപ്പം നമ്മൾ എന്താ പറയുക, അപ്പോൾ നമ്മൾ തിരുനെല്ലയുടെ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇവിടുത്തെ ചെക്ക് ഡാം എന്താ കാണിച്ചില്ല, അവിടെ ചെക്ക് ഡാം വളരെ ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണല്ലോ, എന്താ നിങ്ങൾ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും ഇന്ന് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ വരുന്ന വഴിക്ക് എന്തായാലും ഈ ചെക്ക് ഡാം കാണിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ, സംഭവം അടിപൊളിയാണ്. എന്തായാലും നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പോയില്ലേ, ഏതായിരുന്നു പെരിങ്ങോട്ടൂർ ചെക്ക് ഡാം, അത്രയ്ക്കൊന്നും ഇല്ലെങ്കിൽ പോലും എന്തായാലും ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം, നമ്മൾ എത്തി കേട്ടോ. ഒരുപാട് പേര് വരുന്നുണ്ട് ഉണ്ടല്ലേ, എന്താ പറയുക, കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഫീലാണ്, ഫുൾ ആൽമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് തിരുനെല്ലായി ഗ്രാമത്തിനകത്തുള്ള ചെക്ക് ഡാം. എന്തായാലും സംഭവം കൊള്ളാം, അടിപൊളി. പിന്നെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളവിടെ നിൽക്കുന്ന സമയത്ത് വന്നവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ്. എവിടെ നിന്ന് വന്നിട്ട് എങ്ങനെ അങ്ങോട്ട് വന്നതെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ ആളുകൾ വന്നിരിക്കുന്നുണ്ട്, പിള്ളേരൊക്കെ വന്നിരിക്കുന്നുണ്ട് സമയം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുനെല്ലി ഗ്രാമത്തിൻ്റെ, അപ്പോൾ നമുക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി ഇന്ന് വന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മളിനി നേരെ പോകുന്നത് ഇവിടെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്, ജംഗ്ഷനിൽ ഒരു ആൽമരമൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ട്, ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, കണ്ടപ്പോൾ നമുക്ക് വളരെയധികം ഭംഗി തോന്നിയത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ വീണ്ടും അങ്ങോട്ട് വരുന്നതാണ്. പിന്നെ നല്ലൊരു ഫീൽ കിട്ടുന്ന സ്ഥലം കേട്ടോ. നമുക്ക് സമയമൊക്കെ പോകുന്നില്ല, അവിടെ ഒന്നും ഇരിക്കാനില്ല. നല്ലൊരു കിടിലൻ ക്ലൈമറ്റും കാര്യങ്ങളും നല്ല തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഒരു ബസ്സൊക്കെ ഉണ്ടാവും, ബസ് നിർത്തിയിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ബസ്സൊന്നും ഇല്ല, എന്താ അറിയില്ല. ഒരു കിടിലൻ ആൽമരവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടില്ലേ, ആൽമരം കണ്ടില്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം, തിരിച്ചു പോവാം. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് ടൗണിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം അല്ലേ. നമ്മൾ ഈ ഗ്രാമമൊക്കെ നേരത്തെ കാണിച്ചതാണ്, നിങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഞാൻ എഗെയിൻ ഇനി അങ്ങോട്ടുള്ള ട്രാവലിംഗ് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇതിലൂടെയൊക്കെ വഴിയുണ്ടല്ലോ, വീട്ടിലേക്കാണെന്ന് തോന്നുന്നു. ചെക്ക് ഡാം അപ്പുറയാണ് കേട്ടോ, തൊട്ടപ്പുറയാണേ. ഇതാണ്ടല്ലേ, അതാ ഇവിടെയാണ് ചെക്ക് ഡാം, ഈ വഴിയാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തിരിച്ചു പോവാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രാമത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ആഹാ, ചെറിയൊരു തട്ടുകടയാണല്ലോ. ഒരു ചേച്ചിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നമ്മളിനി കുറച്ച് തട്ടുകടകളൊക്കെ കയറാൻ പോകാം കേട്ടോ. നമ്മൾ ആക്ച്വലി
നമ്മളുടെ പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്തായിരിക്കും. നല്ല രീതിയിൽ തന്നെ വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഗെയിൻ എവിടെ എത്തി? എഗെയിൻ നമ്മൾ മറ്റൊരു ജംഗ്ഷൻ എത്തി. കണ്ടു, നമ്മൾ ഇവിടുന്ന് റൈറ്റ് ആണ് കയറി പോകുന്നത്. നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തുമോ? മേഴ്സി കോളേജ് എത്തും. അതിന് തൊട്ടടുത്ത് ഇതുപോലൊരു റൈറ്റ് കട്ടുണ്ട്. അതിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ KSRTC സ്റ്റാൻഡെത്താം. അപ്പോൾ എനിക്കിപ്പോൾ ആക്ച്വലി പോകേണ്ടത് മൈതാനത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇതിലൂടെ കയറി പോകുന്നു. ഇതിലൂടെ കയറിയിട്ട് നേരെ എന്താ പറയുക, യാക്കര പോകും. യാക്കരയിൽ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഇത് തങ്കം ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, അതിൽ ആ വഴിയാണിത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ പോകുന്നത്. ഈ വഴി നല്ല അടിപൊളി വഴിയാണ്, പക്ഷേ റോഡൊന്നാമത് മോശമാണ്. റോഡ് വളരെ മോശമാണ്. പിന്നെ രണ്ടാമത് കണ്ടില്ല, റോഡ് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇടുന്ന ഒരു ഏരിയ ആണ് ഇതിനകത്തേക്ക്. ഫുള്ള് വേസ്റ്റ് ആയിരിക്കും. എപ്പോൾ വന്നാലും നമുക്ക് നോക്കിയതാ പറഞ്ഞെടുത്തില്ല അപ്പോഴത്തേക്ക് കണ്ടില്ലേ. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വേസ്റ്റ് ഇടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കണം. ഒരു ഏരിയ തന്നെ മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായി തന്നെ ആരെങ്കിലും നിയന്ത്രണങ്ങൾ കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. റോഡിൻ്റെ സൈഡൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അങ്ങോളം ഇങ്ങോളം, അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയാണ്, അല്ലാതെ ഒരു ഭാഗത്ത് മാത്രമൊന്നുമല്ല. പിന്നെ റോഡും മോശമാണ്. അധികം ആരും ശ്രദ്ധിക്കാനുമില്ല. അതിനകത്തൊന്നും പോലീസ് ചെക്കിങ്ങൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മേ ബി ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, കാരണം ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ റെഗുലറായിട്ട് വരുന്ന ആളൊന്നും അല്ലെങ്കിൽ പോലും പല സമയത്തും പല ടൈമിൽ ഞാൻ ഇതിലൂടെ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ നാടല്ലേ. ഓക്കെ, ഒരു ഏരിയ മൊത്തം വേസ്റ്റ് ചെയ്തേ. പക്ഷെ നല്ലൊരു റോഡാട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാനൊക്കെ ഈസിയാണ്. ഇപ്പോൾ പറ്റില്ല, റോഡ് മോശമാണ്. കാരണം വലിയ തിരക്കുണ്ടാവില്ല, അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇത്രയും വേസ്റ്റ് ഇവിടെ വരാനുള്ള കാരണം. ആളില്ലാത്ത ഏരിയയിലല്ലേ ആൾക്കാർ വേസ്റ്റ് കൊണ്ടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ എന്തായാലും ടൗൺ എത്താനായി. അപ്പോൾ നമ്മളുടെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം മൈതാനൊക്കെ എത്താനായി. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് എന്തായിരുന്നു? കുഴൽമന്ദം, പിന്നെ അതുപോലെ തന്നെ കണ്ണനൂർ, പിന്നെ തിരുനെല്ലായി, ചെക്ക് ഡാം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ നമ്മളിന്ന് കണ്ടു. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഒന്നുമല്ല, അത്യാവശ്യം വലിയ വീഡിയോ ആണ്. എന്തായാലും അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ തന്നെ എന്താണ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മളുടെ ക്യാമറയുടെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മെൻഷൻ ചെയ്യണേ. അത് മറക്കാതെ ചെയ്യണേ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടീസ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.